ഇതാണ് മഹാരാഷ്ട്രയിലെ പൂനെയിലെ ഫീനിക്സ് മാൾ. നമുക്ക് ലുലു മാൾ പോലെ തന്നെ അതിബൃഹത്തായ ഒരു മാൾ. ഈ മാളിലേക്ക് കയറുമ്പോൾ അതിമനോഹരമായ കാഴ്ചകളൊക്കെ നമ്മളെ കാത്തിരിക്കും. ഇവിടെ കണ്ടു ഒരു ലോറി, അതും സ്റ്റീൽ ബോളുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ലോറി. അതിനകത്ത് മുകളിലായിട്ട് ആളുകൾ നിൽപ്പുണ്ട്. ഈ ലോറിയും ഈ ആളുകളും ഇതിലുള്ള സർവ്വതും ഉണ്ടാക്കിയിരിക്കുന്നത് ചെറിയ സ്റ്റീൽ ബോളുകൾ കൊണ്ടാണ്. വളരെ മനോഹരമാണ്. നമ്മുടെ ആദ്യകാലത്തെ ആ ലോറിയെ ഇത്രയും പെർഫെക്റ്റായിട്ട് സ്റ്റീൽ ബോളുകൾ കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. കയറുമ്പോൾ തന്നെ അതിമനോഹരമായ കാഴ്ച, നമ്മളെ വണ്ടർ അടിപ്പിക്കുന്ന കാഴ്ച. എല്ലാവരും അതിൽ തൊട്ടൊക്കെ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും അകത്തേക്ക് പോകുമ്പോൾ കാഴ്ചകൾ അതിമനോഹരമാണ്. അപാര സെറ്റിങ്സാണ് കേട്ടോ. നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇതിനകത്ത് കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇത് കണ്ടു ഒരു ഭാഗത്ത് നമ്മുടെ ഒരു ബാലരമ കേവ് പോലെയൊക്കെ ഒരു സ്ഥലം, വണ്ടർലായിൽ. ഇത് ഫുഡ് കോർട്ടിൻ്റെ ഭാഗമാണ്. ഇവിടെ നിരവധി ഫുഡ് ഐറ്റംസ്, നമ്മുടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ നിരവധി വെറൈറ്റി ഫുഡ് ഐറ്റംസ് എല്ലാം ഈ ഫീനിക്സ് മാളിൽ കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് മേടിച്ച് കഴിക്കാം. അതുപോലെ നമ്മുടെ കേരള ഡിഷസ്, പിന്നെ സൗത്ത് ഇന്ത്യൻ ഡിഷസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിനെല്ലാം പുറമെ KFCയും ഇവിടെ അവൈലബിളാണ്. നല്ല ഹൈജീനിക്കായിട്ടാണ് ഇവിടെയൊക്കെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതും സെർവ് ചെയ്യുന്നതും എല്ലാം. മഹാരാഷ്ട്രയിലെ നിരത്തുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ ഫീനിക്സ് മാളിലെ ഈ ഫുഡ് ഐറ്റംസിൻ്റെ സെറ്റിങ്സ്. അത് വീണ്ടും നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. അവിടെയാണ് പാണ്ഡേസ് വേൾഡ്. കയറുമ്പോൾ തന്നെ എൻട്രിയിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട് പാണ്ഡേസ് വേൾഡ് അല്ലേ. ഇതാണ് ആ പാണ്ഡയുടെ വലിയ രൂപം. അതിൻ്റെ ചുറ്റും ആളുകളൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. ആ പ്ലാസ്റ്റിക് പൂവുകളൊക്കെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു ഗാർഡൻ പോലെയുള്ള ഒരു സെറ്റപ്പ്. ഈ പാണ്ഡയെ കാണാൻ തന്നെ എന്ത് മനോഹരമാണ്. അവിടെ നിന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും നമ്മൾ അടുത്ത ഏരിയയിലോട്ട് പോകും. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്ക് ഒരു സെക്ഷൻ, ഫുഡ് ഐറ്റംസിന് വേറൊരു സെക്ഷൻ, മറ്റ് പല പല കാഴ്ചകൾ ഒക്കെ കണ്ടിട്ട് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് എവിടെയാണെന്നറിയാം? നേരെ ആ എയർപോർട്ടിലേക്കാണ്, പൂനെ എയർപോർട്ടിൽ. ഇത് നിങ്ങൾ കാണുന്ന പൂനെ എയർപോർട്ടിലെ ദൃശ്യങ്ങളാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫ്ലൈറ്റിലേക്ക് എൻട്രി ചെയ്യുന്ന ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. ഫ്ലൈറ്റിലേക്ക് എൻട്രി ചെയ്തിട്ട് നേരെ നമ്മൾ പോകാൻ പോകുന്നത് ബാംഗ്ലൂർ വിമാനത്താവളത്തിലേക്കാണ്. ഇപ്പോൾ നമ്മൾ ഈ ഫ്ലൈറ്റിലേക്ക് കയറുമ്പോൾ ഏകദേശം 11:30 ആയിട്ടുണ്ടാകും. എയർ ഇന്ത്യയുടെ ഈ ഫ്ലൈറ്റ് കയറി നമ്മൾ നേരെ ബാംഗ്ലൂർ വിമാനത്താവളത്തിലേക്കാണ് പോകുന്നത്. ഒരു 2 മണിക്കൂറത്തെ പറക്കൽ, 2 മണിക്കൂറിനകത്തോ മറ്റോ ഉള്ള പറക്കലാണ്. അപ്പോൾ വിമാനത്തിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് ആ വിൻഡോയിലൂടെ രാത്രികാല പൂനെ നഗരത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാഴ്ചകൾ കണ്ട് നമ്മൾ നേരെ പറന്നു പോകുന്നത് ബാംഗ്ലൂരിലേക്ക്. എത്ര മനോഹരമായ കണ്ണിനെ കുളിരണിയിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. അന്ന് ദൂരെ പ്രകാശത്തിൻ്റെ ഒരു വിസ്മയം. കെട്ടിടങ്ങൾ, കെട്ടിട സമുച്ചയങ്ങൾ, വീടുകൾ ഒക്കെ ദീപാലങ്കൃതമായിരിക്കുന്ന കാഴ്ച ഈ ഫ്ലൈറ്റിലിരുന്നു കൊണ്ട് വളരെ മനോഹരമാണ്. മഹാരാഷ്ട്ര സ്റ്റേറ്റ് നമ്മൾ കടന്നു പോയിട്ടില്ല. ഈ മഹാരാഷ്ട്ര ഇന്ത്യയിൽ തന്നെ 2ാമത്തെ തിരക്കേറിയ ജനനിബിഡ പ്രദേശമാണ്. അപ്പോൾ ഈ മഹാരാഷ്ട്രയുടെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മുടെ യാത്ര. അത് കഴിഞ്ഞ് നേരെ നമ്മൾ എത്തിയിരിക്കുന്നത് ബാംഗ്ലൂർ വിമാനത്താവളത്തിലേക്കാണ്. വിമാനത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ ആ വിമാനത്തിൻ്റെ റെസ്റ്റിംഗ് ഏരിയയിലോട്ട്, അടുത്ത ഫ്ലൈറ്റ് നമുക്ക് ഇവിടെ നിന്ന് കയറണമല്ലോ. അപ്പോൾ അതിനുള്ള റെസ്റ്റിംഗ് ഏരിയയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ബസ്സാണ്. ആ ബസ്സിലിരുന്നു കൊണ്ട് ഉള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് വിമാനങ്ങൾ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നു. എയർ ഇന്ത്യ ഉണ്ട്, ഇൻഡിഗോ ഉണ്ട്, അങ്ങനെ നിരവധി. അപ്പോൾ വിമാനങ്ങളുടെ ഒരു പൂരക്കാഴ്ച തന്നെ ഇവിടെയുണ്ട്. അതുപോലെ
ഹെൽപ്പിനായിട്ടുള്ള മറ്റു വാഹനങ്ങൾ, പിക്കപ്പ് ചെയ്യുന്ന വാഹനങ്ങൾ ഒക്കെയുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ എത്തി വിമാനത്താവളത്തിൻ്റെ ഉള്ളിൽ ബാംഗ്ലൂർ. ഈ ബാംഗ്ലൂർ വിമാനത്താവളം ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. ഇപ്പോൾ വിമാനത്താവളത്തിൻ്റെ പുറത്തിറങ്ങി ഫ്രണ്ടിൽ നിന്നുകൊണ്ടുള്ള വ്യൂസാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ അതിബൃഹത്തായ ഒരു പാർക്കിംഗ് സൗകര്യം, പിന്നെ ഭക്ഷണം, സ്റ്റാളുകൾ, ഇങ്ങനെ ഒരുപാട് ഏരിയകൾ. അവിടെ നിന്ന് വീണ്ടും വിമാനത്താവളത്തിൻ്റെ അകത്ത് വന്നു നിന്ന് പുറത്തേക്കുള്ള കാഴ്ച. ഇപ്പോൾ സമയം ഏകദേശം 5 മണി കഴിഞ്ഞ് 5:30 കഴിഞ്ഞ് 6 മണിയോളം അടുക്കുന്നു. അപ്പോൾ വെളുപ്പാൻ രാവിലെയാണ്. അങ്ങ് നോക്കിയാൽ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നത് കാണാം. ഇനി നമുക്ക് ഇവിടെ നിന്നുള്ള സ്റ്റാർട്ടിംഗ് ഫ്ലൈറ്റ് ഇപ്പോഴാണ്. നമ്മളിവിടെ എത്തിച്ചേർന്നത് ഏകദേശം ഒരു 3 മണിയോടുകൂടി, അതിന് മുന്നെയാണ് എത്തിച്ചേർന്നത്. ഇത്രയും സമയം നമ്മൾ ഇതിനകത്തിരിക്കുമായിരുന്നു. ഇപ്പം നമ്മൾ പോകുന്നത് ആ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. അതിന് നമ്മളെ ഒരു ബസ്സിൽ അവർ കൊണ്ടുപോവുകയാണ്. അപ്പോൾ എങ്ങനെയാണോ നമ്മൾ ഫ്ലൈറ്റിൽ അവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് അവർ എങ്ങനെയാണ് നമ്മുടെ വിമാനത്താവളത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നത്, അതേ രീതിയിൽ തിരിച്ച് ഒരു ബസ്സിൽ കയറ്റി നമ്മളെ നേരെ ഫ്ലൈറ്റിൽ കയറാനായിട്ട് കൊണ്ടുപോകാം. നമ്മുടെ കേരളത്തിലെ ലോ ഫ്ലോർ ബസ് പോലെ ഒരു ബസ്. അപ്പോൾ വിമാനത്താവളത്തിൻ്റെ റൺവേക്ക് സമീപത്തോടു കൂടിയാണ് നമ്മൾ ഇങ്ങനെ പൊക്കോട്ടിരിക്കുന്നത്. ഇതിനകത്ത് ബൃഹത്തായ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. അപ്പോൾ ഇവരുടെ ഹെൽപ്പിംഗ് ആയിട്ടുള്ള വാഹനങ്ങൾ ഒരുപാട് ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് ചെയ്യുന്നുണ്ട്. വിമാനത്തിൽ ആവശ്യമായ എല്ലാ സർവീസുകളും കൊടുക്കുന്ന നിരവധി വാഹനങ്ങളാണ് ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നത്, പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വിമാനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയയോടടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ യാത്രയിൽ കൊച്ചി എയർപോർട്ട്, പൂനെ എയർപോർട്ട്, ബാംഗ്ലൂർ എയർപോർട്ട്, അങ്ങനെ 3 എയർപോർട്ടുകൾ നമ്മൾ ടച്ച് ചെയ്താണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും അടിപൊളി എയർപോർട്ടെന്ന് പറയുന്നത് വളരെ സെറ്റപ്പുള്ള, ഏറ്റവും മനോഹരമായിട്ടുള്ള, നമ്മളെ വണ്ടറടിപ്പിക്കുന്ന ഒരു എയർപോർട്ടാണ് ബാംഗ്ലൂർ എയർപോർട്ട്. ഈ ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിരുന്നു. അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ, അതിൻ്റെ ഉള്ളിലെ ചെടികളുടെ സംവിധാനം പോലും നമ്മളെ ഞെട്ടിക്കും. അത്രയ്ക്കാണ് അവർ അതിനകത്ത് ഇങ്ങനെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ ചെടികൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. രാത്രി സമയത്ത് നമ്മുടെ വിമാനം ഇവിടേക്ക് വന്നിറങ്ങുമ്പോൾ നിങ്ങൾ കണ്ടതാണ് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ. അപ്പോൾ ഈ വിമാനത്തിന് പോകാനുള്ള റൺവേ അവർ തിരിച്ചറിയുന്നത് തന്നെ ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സിലൂടെയാണ്. നമ്മൾ ഒരു വലിയൊരു ഫാൻറ്റസി പാർക്കിലെത്തിയ ഒരു പോലെയാണ് രാത്രി സമയത്ത് ഈ വിമാനത്താവളത്തിൻ്റെ റൺവേയിൽ വിമാനം വന്ന് ഇറങ്ങുമ്പോൾ അതിൻ്റെ ചുറ്റുപാടുമുള്ള കാഴ്ചകൾ, ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ്, വിവിധ കളറിലുള്ള ലൈറ്റ്സ്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. പക്ഷേ ഓരോന്നും അവർക്ക് ഓരോ സിഗ്നലുകളാണ്, പാത്തുകളാണ്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയാണ് പൈലറ്റ് ആ ഫ്ലൈറ്റിനെ അവരുടെ കൃത്യമായ ദിശയിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്നത്. കണ്ടോ, ഒരു വലിയൊരു ഫ്ലൈറ്റ്. നമ്മളിവിടെ താഴെ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ എത്ര ചെറുതായിട്ടാണ് ഇവരെ കാണുന്നത്. പക്ഷേ ഇവൻ്റെ ഇപ്പോഴത്തെ കാഴ്ച കണ്ടോ. നമ്മുടെ ഡ്രൈവർ ഈ വണ്ടി ഓടിച്ച് ഇവിടെ കൊണ്ടുവന്ന് നമ്മളെ ഇറക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കയറി രാജാവേ പറഞ്ഞു, രാജാവേ നമ്മുടെ സീറ്റിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് കേട്ടോ. ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറിയിട്ട് ജനാലയിലൂടെ എടുക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ 3 വിമാനത്താവളം കൂടാതെ ഇനി ഒരു വിമാനത്താവളം കൂടി നമ്മൾ ടച്ച് ചെയ്യാൻ പോവുകയാണ്, തിരുവനന്തപുരം എയർപോർട്ട്. അവിടേക്കാണ് ഇനി പോയിക്കൊണ്ടിരിക്കുന്നത്.